ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് എന്താണ് GSTR1, അതേപോലെ തന്നെ എന്താണ് GSTR2B, GSTR3B. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ആൻസർ പറയാൻ വേണ്ടിയിട്ട് പറ്റണം. GSTR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിലെ ഔട്ട്വേർഡ് സപ്ലൈ ആണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലെ ടോട്ടൽ സെയിൽസ് എത്രയുണ്ട് എന്നുള്ളതാണ് GSTR1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യണത്. നമ്മൾ ഓരോ മാസവും GSTR1 ഫയൽ ചെയ്യണം. അതിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 11th ആണ്. GSTR2B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ട്രാൻസാക്ഷൻസ് ആണ്. അതായത് നമ്മുടെ ബിസിനസ്സിലെ പർച്ചേസിന്റെ ട്രാൻസാക്ഷൻസ് ആണ് GSTR2B കൊണ്ട് റെപ്രസെന്റ് ചെയ്യണത്. എന്നാൽ ഈ GSTR2B നമ്മൾ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല, അത് ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ആയിക്കോളും. നെക്സ്റ്റ് GSTR3B ആണ്. GSTR3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറി ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ ആൻഡ് ഇൻവേർഡ് സപ്ലൈ. അതായത് നമ്മുടെ ബിസിനസ്സിലെ സെയിൽസിന്റെയും പർച്ചേസിന്റെയും ഡിഫറൻസ് ആണ് GSTR3Bയിൽ ഉണ്ടായിരിക്കുക. GSTR3B ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 20th ആണ്. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതായത് എന്താണ് GST എങ്ങനെയാണ് ഫയൽ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിനെക്കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ടാലി എന്താണ്, ടാലി എങ്ങനെയാണ് ചെയ്യുക, ടാലിയിലെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ എല്ലാത്തിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.